ബിഗ് ബോസ് സീസൺ 7 അതിനകത്ത് ഇപ്പം നടക്കണത് ഇപ്പോഴെന്നല്ല, കുറച്ച് ദിവസം മുമ്പേ നടക്കണ മൊത്തം ആഭാസത്തരമാണ്. പുതപ്പിനടിയിലുള്ള രംഗങ്ങളും അതുപോലെ ഓരോന്നും. ഞാൻ ഒരു വീഡിയോ ചെയ്തായിരുന്നു. അപ്പോൾ അതിൽ ഞാൻ പ്രത്യേകിച്ച് പറഞ്ഞു, ലാലേട്ടൻ വരുമ്പോൾ ചോദിക്കുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്. അത് അനുമോള് അവിടെ അക്ബറുമായിട്ട് വിഷയം ഉണ്ടായ സമയത്ത്, വഴക്ക് കൂടിക്കൊണ്ടിരിക്കുന്ന സമയത്ത് അനുമോളൊരു വാക്ക് പറഞ്ഞു. നമ്മുടെ ലാലേട്ടൻ ചോദിക്കാൻ മറന്നില്ല. അനുമോൾ അത് പറഞ്ഞത് അത്രയും വലുതാക്കി അതങ്ങ് ജനങ്ങളെ മുന്നിൽ അങ്ങ് എത്തിച്ചു. ഉള്ളതല്ലേ പറഞ്ഞത് അനുമോള്, കള്ളത്തരമൊന്നും അല്ലല്ലോ ലാലേട്ടാ പറഞ്ഞത്. ലാലേട്ടന് അനുമോൾ എന്തെങ്കിലും പറയുമ്പോൾ അതിനെ എടുത്തിട്ട് ഊതിപ്പെരുക്കിച്ച് എങ്ങനെയെങ്കിലും അനുമോൾക്ക് നെഗറ്റീവ് വാങ്ങിച്ച് കൊടുക്കണം. ഇപ്പം ഏഷ്യാനെറ്റിൻ്റെ ലാലേട്ടൻ്റെയൊക്കെ സ്വഭാവം ഇതാണ്. അനുമോൾ എന്ത് ചെയ്താലും അനുമോൾ ഇത്രയും ദിവസം അതിനകത്ത് കൊള്ളായിരുന്നു, പിന്നെ അനുമോളെ നെഗറ്റീവാക്കി അങ്ങ് വിടണം. അതാണ് ഈ ഏഷ്യാനെറ്റ് കളിച്ചുകൊണ്ടിരിക്കുന്ന കളി. എങ്കിന്നാ എന്തുകൊണ്ട് ഏഷ്യാനെറ്റ് ആ പുതപ്പിനകത്ത് നടന്ന സംഭവം വെളിയിൽ വിടാത്തതെന്ത്? അന്ന് ആ ലൈവ് നടന്നുകൊണ്ടിരുന്ന സമയത്ത് ആളുകൾ എടുത്തു വെച്ച് വീഡിയോ ചെയ്തതാണ് അന്ന് കണ്ടത്. ഇപ്പം ഞാൻ ഇന്നലെ കൂടി കണ്ടതാണ്. ഈ ജിസയിലും ആര്യനും ചെന്ന് കിടക്കണ സമയത്ത് പക്ഷെ അവരെ മാത്രം കാണിക്കണില്ല, ബാക്കി ഉള്ളവരെ കാണിക്കുന്നുണ്ട്. ബാക്കിയുള്ളവർ കിടക്കണത് കാണിക്കുന്നില്ല, അവരെ കാണിക്കുന്നുണ്ട്, ഇവരെ കാണിക്കൂല. അത് പോട്ടെ, അവിടെ നിൽക്കട്ടെ. ഈ കുന്നംകുള ആര്യൻ അവൻ ഈ ഞവിച്ച് അവൻ കയറി ചെല്ലുമല്ല, അവന് ഇത്തിരി ഞവിപ്പ് കൂടുതലാണ്. അവന് ഒന്നുകിൽ 20 വയസ്സ്, ഇപ്പം 23 വയസ്സെന്ന്, 10-20 വയസ്സായപ്പോഴേ ഒന്നുകിൽ അവനെ കൊണ്ട് പെണ്ണ് കെട്ടിക്കണമായിരുന്നു. ഇല്ലെങ്കിൽ എന്തിനു അവൻ ഈ കണ്ണി കണ്ട പെണ്ണുങ്ങളെ മണ്ടേ കയറുന്നു? ബിഗ് ബോസിൽ വന്നിട്ട് ആഭാസത്തരം കാണിക്കാനാ? ആ കൊച്ചുങ്ങൾക്കൊന്നും ആ പെൺകുട്ടിക്കൊന്നും മാതാപിതാക്കൾ അവർക്ക് കുടുംബമൊന്നും ഇല്ലേ? യവൻ ചെന്ന് ആ മറ്റുള്ള പെൺപിള്ളേരെ മണ്ടയിൽ ചെന്ന് കയറണ വൃത്തിയേട്ട നാറി, പരമനാറി എന്ന് വേണം പറയാം. യവനെ വോട്ട് കൊടുക്കരുത്, യവനെ എടുത്ത് വെളിയിൽ കളയണം. ഞണ്ട് കണക്ക് ചാടി തവളച്ചാട്ടവും ചാടി എന്തെങ്കിലും ഒരു ന്യായീകരണവും പറഞ്ഞങ്ങ് കയറും വൃത്തിയട്ട സാധനം. അപ്പം നമുക്ക് എന്നിട്ട് ലാലേട്ടൻ എന്തോന്ന് ചെയ്ത് ഒരു കാര്യം കൂടി പറഞ്ഞു. അനുമോള കാര്യമാണ് പറഞ്ഞത്. ഈ കുന്നംകുളം ആര്യൻ പിന്നെ മസ്താനിയുടെ അടുത്ത് പറഞ്ഞിട്ട് കൈ കൊണ്ട് ഇങ്ങനെ കൈയാട്ടി മസ്താനിയെ വിളിച്ചിട്ട് പറഞ്ഞു, അനുമോൾ അക്ബറുമായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ബേക്കിൽ വന്ന് നിന്നും കൊണ്ട്. അപ്പോൾ കുന്നംകുളത്തിൻ്റെ കയ്യിൽ വെള്ളം ഇരിക്കുകയാണ്, ഒരു കപ്പ് വെള്ളം. എത്ര വൃത്തികെട്ടവനാണെന്ന് മനസ്സിലാക്കിക്കൊള്ളണം യവൻ എത്ര വൃത്തികെട്ട പരമനാറി എന്ന് വേണം പറയാൻ. അപ്പോൾ ഈ മസ്താനിയുടെ അടുത്ത് പറയാണ്, അവനെ പിടിച്ച് അനുമോളെ മണ്ടേ കൂടെ തള്ളാൻ. യവന് ആരെങ്കിലും മണ്ടേ കയറി കിടന്നേ പറ്റുള്ളൂ. യവന് അതങ്ങ് ശീലിച്ചു പോയെന്ന് അവൻ അങ്ങനെ ഇരുന്നിട്ടുണ്ട്. അതുകൊണ്ടാണ് ഈ ബിഗ് ബോസിനകത്ത് വന്ന് ഈ പെൺപിള്ളേരെയൊക്കെ കാണുമ്പോൾ യവന് വിരിവിരാങ്ങ് വരെയാണവന്. അങ്ങ് കാലൊക്കെ അങ്ങ് ഒരുമാതിരിയാണ് വന്നെ. കാലെടുത്ത് വെക്കണ പെൺപിള്ളേരെ മണ്ടയിൽ, കൈയെടുത്ത് എന്തേരൊക്കെ ചെയ്യണ് തള്ളാനായിട്ട് പറയുന്നു. പിന്നെ കറക്റ്റ് മസ്താനി പിടിച്ചങ്ങ് ഈ അനുവിൻ്റെ മണ്ടേ കൂടെ അങ്ങ് തള്ളണം. അപ്പോൾ ആ കുട്ടി ചെന്ന് വീണെവിടെയെങ്കിലും തലയെങ്ങാനും പൊട്ടിയിരുന്നെങ്കിലാ ഇങ്ങനെ പിടിച്ച് തള്ളിയ സമയത്ത്. എന്നിട്ട് ആ വെള്ളം അത്രയും കൂടെ അങ്ങ് ആ പെൺകുട്ടിയുടെ പിറത്ത് ഒഴിച്ചു കൊടുത്ത് അവൾ വേറെന്തോ കാര്യങ്ങൾ ഇങ്ങനെ അക്ബറുമായിട്ട് വഴക്കൂടിക്കൊണ്ട് നിൽക്കുന്നതിൻ്റെ ഇടയിൽ അത്രയ്ക്ക് ശ്രദ്ധിച്ചില്ല. എന്നിട്ട് മസ്താനി എന്തൊരു മസ്താനി എന്ന് മാത്രമേ പറഞ്ഞോളൂ. അത് ലാലേട്ടൻ ചോദിക്കണേണ്, അത് വേറൊന്നും അല്ല ചോദിക്കുന്നത്. അനുമോളെ പിറത്ത് വെള്ളം ഒഴിച്ച് എന്തോരിത് കുന്നംകുളത്തിനെ വിളിച്ചിട്ട് ആ വീഡിയോ ഒന്ന് കാണാം. പിറത്തൂടെ വെള്ളം ഒഴിക്കണം. ാണ് കാര്യം. അപ്പം മസ്താനി അത് തന്നെ പോയി. മസ്താനിക്ക് ഇത്തിരി അഹങ്കാരം കൂടുതലായിരുന്നു. അല്ലെങ്കിൽ മസ്താനി അങ്ങനെ ഒരു വിവരം ഇല്ലാത്ത നാറി ഇങ്ങനെ പിടിച്ച് തള്ളാൻ പറയുമ്പോൾ മസ്താനി തള്ളൂ? മസ്താനി ഒരു പെണ്ണല്ലേ, അതുപോലെ ഒരു പെൺകുട്ടിയല്ലേ, അതിനൊരു ജീവിതം ഇല്ലേ? അതിന് വെളിയിലിറങ്ങിയ ഒരു ജീവിതം ഉണ്ടല്ലോ എന്ന് വിചാരിച്ചാ ഈ കണ്ട മാടം കയറി കിടന്ന്
ഓരോ പ്രവർത്തികൾ കാണിക്കണം. അപ്പം അതിനെപ്പറ്റി ചോദിച്ചു. പിന്നെന്തോന്ന് നമ്മളെ ജിസൈൽ ലാലേട്ട വിളിക്കുന്നു, ജിസൈൽ എഴുന്നേൽക്കൂ. ജിസൈലിൻ്റെ അടുത്ത് ചോദിക്കാൻ ഒന്നുമില്ലെങ്കിലും ചുമ്മാതെ ഓരോന്നെന്തെങ്കിലും ചോദിക്കണ്. എന്തുകൊണ്ടാണ് ജിസൈൽ അമ്മാവിയെ കൂടുതൽ പൊക്കണത്? അവൾ ഇടുന്ന ഡ്രസ്സ് എങ്ങനെയാണ്? ഇത്രയും അങ്ങോട്ട് കഴുത്തങ്ങോട്ട് ഇറക്കിയിടും. ഇത്രയും ഇറക്കിയിടുമ്പം എല്ലാം വ്യക്തമായിട്ട് കാണാൻ പറ്റും. അതിൽ ഒരുമാതിരിയുള്ള ഇത്ര ഉള്ള ഒരു ഇത് എടുത്തിട്ട് എനിക്ക് പറയാൻ തന്നെ അറിഞ്ഞൂടാ. അത്ര നാണം കെട്ടോളാം. അവളെ വിളിച്ചിങ്ങനെ നിർത്തുമ്പോൾ കുറേ നേരം അവളുമായിട്ട് ഇങ്ങനെ സംസാരിച്ചുകൊണ്ട് ആ ഒരു പരിപാടിക്ക് വേണ്ടി തന്നെ എൻ്റെ പൊന്ന് ഏഷ്യാനെറ്റേ, പൊന്ന് ലാലേട്ടാ, ഇതൊന്നും പറയാതിരിക്കാൻ പറ്റണില്ല ഏട്ടാ. പ്രവീൺ ഔട്ടായി പോയിട്ടുണ്ട്, മസ്താനി ഔട്ടായി പോയി. അപ്പോൾ പ്രവീൺ അവിടെ നിന്ന് ഇറങ്ങിയതിന് ശേഷം കുറച്ച് കാര്യങ്ങളൊക്കെ പ്രവീണിൻ്റെ അടുത്ത് വെളിയിലിറങ്ങിയപ്പോൾ ചോദിച്ചു. ബിഗ് ബോസിനകത്ത് നടക്കണതും ജിസൈലിൻ്റെയും നമ്മളെ ജിസൈൽ അമ്മാവിയുടെയും കുന്നംകുളം ആര്യൻ്റെ കാര്യം ചോദിച്ചു. ഇത് ഉള്ളതാണോ, വല്ലതാ കണ്ടോ? അപ്പോൾ പ്രവീൺ കറക്റ്റ് പറഞ്ഞു. അനുമോള് പറഞ്ഞത് കറക്റ്റാണ്. പ്രവീൺ പല ദിവസവും ഇത് കണ്ടായിരുന്നു. അവർ ആ പുതപ്പിനകത്ത് അവർക്ക് ഡിങ്കോൾഫി കളിയാണ് ജോലി. കറക്റ്റ് പറഞ്ഞു. 1-2 ദിവസമൊന്നും അല്ല. പക്ഷേ അത് ഇവർ ഈ ഏഷ്യാനെറ്റ് അത് കാണിക്കുന്നില്ല. അവരെടുത്ത് എന്തോ നിങ്ങളവിടെ കാണിച്ചോളാൻ പറഞ്ഞിട്ടുണ്ട്, അതവർ കാണിക്കുന്നില്ല. അവിടെ നിൽക്കുന്ന ബാക്കിയുള്ളവർ ഇത് കാണണം. ഇങ്ങനെ ഇപ്പം ഇത് ചാള അടിക്കണക്ക് ഇങ്ങനെ ഇട്ടിരിക്കുകയാണ് ബെഡ്. അപ്പം ഇങ്ങനെ ബാക്കിയുള്ളവർ ഇവർ അതിനകത്ത് കാണിക്കണത് വെളുക്കണത് വരെ അവർക്ക് ഇത് തന്നെ പരിപാടി. ഈ അമ്മായിക്ക് 10-40 വയസ്സുണ്ട്. ഇവന് 10-23 വയസ്സേ ഉള്ളെന്ന്. ഇവന് 23 വയസ്സ്. അപ്പം അമ്മയും മോനും ആവാനുള്ള പ്രായമുണ്ട്. ഈ മുതുക്കിളവീരെടുത്ത് ഇവന് വല്ല ആവശ്യമുണ്ടോ ലവ് കോംബോ എന്നും പറഞ്ഞുകൊണ്ട്? ഇവൻ എന്തേലും അല്ലെങ്കിൽ ലവ് കോംബോ പിടിച്ചാലേ പറ്റോളാ, അല്ലാതെ തന്നെ അവന് കയറി പോകാൻ പറ്റൂലേ? ഈ ലവ് കോംബോ ഇല്ലായിരുന്നെങ്കിൽ അവന് കുറച്ചുകൂടെ നല്ലതുപോലെ സപ്പോർട്ട് കിട്ടിയേനെ. അവന് കുറേ അമ്മുമ്മയെ കയറി ലവ് കോംബോ പിടിച്ച് ഇവളെ ഹിന്ദി ബിഗ് ബോസിൽ നിന്ന് ഇവളെ ഇറക്കി വിട്ടതാണ്. അവിടെ അവൾ എന്തരാ വൃത്തിയേട് കാണിച്ചാണ് അവളെ അവിടെ നിന്ന് ഇറക്കി വിട്ടത്. പരമനാറിയായിരുന്നു അവള്. അങ്ങനെ പ്രവീൺ പറഞ്ഞു ഇത് ഉള്ളതാണ്. പ്രവീൺ കണ്ട കാര്യമാണ്, കറക്റ്റാണ്. പല ദിവസവും കണ്ട് അനുമോള് പറഞ്ഞത് സത്യമാണ്. അനുമോള് എപ്പോഴും അത് തന്നെ ഉറച്ചു നിൽക്കണത്. അനുമോള് സത്യം തന്നെയാണ് പറഞ്ഞ. അനുമോള് ആരെന്ത് പറഞ്ഞിട്ടുണ്ടാ അവർ ഉറപ്പായിട്ട് ഔട്ടായി പോവും. മസ്താനി കണ്ടാ പോയത്? മസ്താനി ഇറക്കി വിട്ടതാണ് ജനങ്ങൾ. മസ്താനി ചില്ലറക്കാരിയല്ല. അനുമോൾ ഓരോന്ന് പറയാൻ തുടങ്ങി. അതുപോലെ ഓരോരുത്തർ സൂക്ഷിച്ചോ. ശൈത്യവശം കണ്ടാ ഇറങ്ങിപ്പോയത്, അപ്പാനി കണ്ടാ ഇറങ്ങിപ്പോയത്. എന്തുകൊണ്ടാണ്? അനുമോള ഓരോന്ന് പറഞ്ഞ് വേദനിപ്പിച്ചത് കൊണ്ടാണ്. കള്ളത്തരങ്ങൾ പറഞ്ഞ് അവിടെ എവിടെയും ചെന്ന് അനുമോളെ കുറിച്ച് കള്ളത്തരം പറഞ്ഞത് കൊണ്ടാണ് ജനങ്ങൾ ഇറക്കി വിട്ടത്. അതുപോലെ ഇപ്പം റെന കിടന്ന് അനുഭവിക്കണണ്ടാ. അന്ന് റെനെ എല്ലാവരും കൂടെ ഈ അപ്പാനി ശരത്തിൻ്റെയും ഈ അക്ബറിൻ്റെയും പാവാട വള്ളി പിടിച്ച് റെന അനുമോളെ എന്തെല്ലാം പറഞ്ഞുണ്ടാക്കി, റെന എന്തെല്ലാം കാട്ടിക്കൂട്ടി ആ ഒരു പാവം പെങ്കൊച്ചിനെ. ഇപ്പം കണ്ട റെന കിടന്ന് അനുഭവിക്കണം. ഇപ്പം എല്ലാവരെ ഗ്രൂപ്പ് തങ്ങളിൽ തെറ്റിയ ഈ അക്ബർ എന്ന് പറയണ പിശാജ് എന്നേ പറയാൻ പറ്റൂ. പരമ നുണയം നാറിയാണ് ഈ അക്ബർ. പാവാട വള്ളി പിടിച്ച് ഒരു സ്ഥലത്തിരുന്ന് ഇങ്ങനെ ആട്ടി ഇരിക്കും. ഈ പരമ നാറിയായ അക്ബർ എന്ന് പറയുന്ന സാധനത്തിന് വല്ലാത്തൊരു നോട്ടമുണ്ട്. അത് അനുമോള് അതിൽ ബിഗ് ബോസിൽ വന്ന് 1-2 ദിവസം ആയപ്പോഴേ അനുമോൾക്ക് അത് എന്തോ ഒരു വല്ലാത്ത അനുമോളെ ഇങ്ങനെ ഒരു നോട്ടം ഉണ്ടായിരുന്നു. അവൻ പല പെൺപിള്ളേരെ നോക്കും, അങ്ങനെ ഒരു നോട്ടം ഉണ്ടായിരുന്നു. അത് അനുമോൾക്ക് ഇഷ്ടപ്പെട്ടില്ല. അനുമോൾ അന്നത് അവിടെ പറയുകയും കണ്ട ചെയ്ത് വേറെ ആരെടുത്തോ അതിനകത്ത് അങ്ങോട്ട് പറയത് ഇതുപോലത്തെ ആ നോട്ടത്തിനെ കുറിച്ച് പറഞ്ഞ്, അതുപോലെ വേറെ ആരോ കൂടി ഇവൻ്റെ നോട്ടം ശരിയല്ലെന്ന് ഇങ്ങനെ പറഞ്ഞായിരുന്നു. യവനെ ഈ പെൺപിള്ളേരെ അങ്ങോട്ട് അടുപ്പിച്ച് വെച്ചും കൊണ്ട് യവൻ ഇരുന്നും കൊണ്ട് പരദൂഷണം പറയുമായിരുന്നു. ബിന്നിയെയും റെന ഫാത്തിമയും ഇവരെ എല്ലാവരെയും.
കുന്നംകുളം ആര്യൻ, ജിസൈൽ, ഇവരെല്ലാവരും ആയിരുന്നു ഒരു ഗ്രൂപ്പ്. ഇവർ ഈ ഒരു പാവാട വള്ളി പിടിച്ചും കൊണ്ട് ഇവൻ എന്തെല്ലാം ഈ അനുമോള എന്തെല്ലാം ചെയ്ത് അടിക്കാൻ വരെ നിൽക്കും കണക്കായിരുന്നു. ഇവൻ കയ്യും കെട്ടിക്കൊണ്ട് ഇവൻ ഈ കഴുതേന്ന് പറയണ ഈ അക്ബർ സാധനം നിന്നത്. അവനെ കാണുമ്പോൾ തന്നെ പെറമ്പരിക്കാണ് അവൻ. എന്നിട്ട് അവൻ ഇപ്പോഴും നോട്ടത്തിനൊരു കുറവുമില്ല കേട്ടോ. ഇവൻ ഇങ്ങനെ ഒരു നോട്ടം നോക്കും. അപ്പോൾ അനുമോള് പറയും, എന്തൊരു നോട്ടം, കറക്റ്റാണ്. പല ദിവസവും നമ്മളും പറഞ്ഞിട്ടുണ്ട്, ഇവ എന്തിനില്ല ഇങ്ങനെ ഒരുമാതിരി നോക്കണം എന്തിന് എന്ന് നമ്മളും വിചാരിച്ചിട്ടുണ്ട്. ഒരു വല്ലാത്ത നോട്ടം. പിന്നെ ജിസൈലിൻ്റെ കൂടെ കൂടി പോണതിൻ്റെ കാര്യം എന്താണ്? ജിസൈൽ ഞാൻ പറഞ്ഞ കണക്കല്ലേ, ജിസൈൽ എപ്പോഴും തുണിയൊന്നും ഉടുക്കൂല. അതെന്തായിരുന്നു ഞാൻ പറയട്ടെ, ഒരു വള്ളി എടുത്ത് അങ്ങോട്ട് കെട്ടി. അതുകൊണ്ടാണ് ഈ സാധനം, ഈ അക്ബർ എന്ന് പറയുന്ന സാധനം ഈ ജിസൈലിൻ്റെ പിറക്കേന്ന് നടക്കണത്. അതുകൊണ്ടാണ് വിടാതെ നടക്കണത്. ബാക്കിയുള്ളവരൊന്നും അങ്ങനെ നിൽക്കൂല. ബാക്കിയുള്ള മാന്യമായിട്ടുള്ള രീതിക്കാണ് ഡ്രസ്സ് ധരിക്കണത്. ഇതങ്ങനെയല്ല, ഒരു വള്ളി എടുത്ത് ഇങ്ങനെ അങ്ങോട്ട് കെട്ടി വെച്ച് ഇറുവി പിടിച്ച ഒരു പാൻ്റ് എടുത്തിടും. അതും ഇട്ടുകൊണ്ട് അവിടെ കാണിക്കണതായി അക്ബറിൻ്റെ അടുത്ത് വന്നിരുന്ന് അവൻ ഇത് കണ്ട് എങ്ങ് ആസ്വദിക്കാനായിട്ടാണ് അവൻ അതിൻ്റെ പിന്നാലെ പോയി. അവൾ എങ്ങോട്ട് പോവോ അവിടെ പോവും. അവൾ ഇങ്ങനെ കുനിഞ്ഞിരിക്കോ, അവളെ മൂട്ടിൽ ചെന്ന് ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുക. ആ മൂടൊക്കെ വെച്ചുകെട്ട് മൂടും, കുറേ വെച്ചുകെട്ടാണ്. എനിക്കൊന്നും അറിഞ്ഞൂടാ. എല്ലാം പ്ലാസ്റ്റിക് സർജറി ചെയ്ത് എല്ലാം വെച്ച് പിടിപ്പിച്ചാണ് അവൾ അത്രത്തോളം ആക്കി വെച്ചേക്കുന്നത്. മൊത്തം വെച്ച് പിടിപ്പിച്ച് വെച്ചേക്കാണ് അമ്മുമ്മ. പണ്ടിരുന്ന മനുഷ്യക്കോലമാണെന്ന് അറിയില്ല, അവൾ മൊത്തത്തിൽ വെച്ച് പിടിപ്പിച്ച് അവളെ ഈ കോലത്തിനാക്കി. ഈ കോലമായി വന്നത് പ്ലാസ്റ്റിക് സർജറി ചെയ്ത് മൊത്തത്തിൽ വെച്ച് പിടിപ്പിപ്പാണ്. അവളാണ് കുന്നംകുളം ആര്യൻ്റെ കൂടെ പോയി പാതിരാത്രിയിൽ കിടന്ന് കുൽസിതങ്ങൾ കാണിക്കണതും വൃത്തികെട്ട സാധനങ്ങളെ. ഇന്നലെ റെനയായിട്ടൊരു സംഭവം ഉണ്ടായി. മിനിഞ്ഞാന്ന് ലൈവിൽ നടന്നതാണ്. റെന ഫാത്തിമ കുന്നംകുളം ആര്യൻ്റെ ബെഡിൽ നെവിൻ വന്ന് കിടപ്പുണ്ട്. നെവിൻ വന്ന് കിടന്ന് അങ്ങനെ ആര്യൻ കിടക്കാനായിട്ട് അങ്ങോട്ട് വന്ന് ഒരു ബനിയന് ഒരു ചെട്ടി എടുത്തിട്ടും കൊണ്ടാണ് അവൻ വരണത്. കുന്നംകുളം ആര്യൻ വന്നിട്ട് നെവിൻ്റെ അടുത്ത് പറഞ്ഞ് നെവിൻ അങ്ങോട്ട് പോകുമെന്ന് പറഞ്ഞ് അങ്ങനെ അനുമോളെ കട്ടില്ല അങ്ങോട്ട് അനുമോളെ ബെഡിലോട്ട് നെവിൻ അങ്ങോട്ട് പോയി കിടന്ന്. നെവിനും കൂടെ ഉള്ള പ്ലാനിങ് ആണ് കേട്ടോ. നമുക്ക് കാണുമ്പോൾ അറിയാം, ലൈവ് കണ്ടതാണ് ഞാൻ ലൈവ് നല്ലതുപോലെ കണ്ടുകൊണ്ട് നിൽക്കുകയാണ്. ഞാനങ്ങ് അന്തം വിട്ടുപോയി. സത്യം പറഞ്ഞാൽ ഞാൻ വിചാരിക്കണം ഏഷ്യാനെറ്റ് ഇതെന്തോന്ന്, ഇത് എന്തരാണ് ഈ കാണിക്കണേന്ന് ചോദിച്ചാൽ അറിഞ്ഞൂടെ. എന്തുമാത്രം ജനങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു പ്രോഗ്രാമാണ് അതിനകത്ത് ആഭാസ തരം കാണിച്ചു കൂട്ടണത്. അതിനകത്ത് ആ ബെഡിലോട്ട് പോയി നെവിൻ കിടന്ന് ചിരിക്കുന്നുണ്ട്. എന്നിട്ട് റെന എന്തോന്ന് ചെയ്ത് ഈ കുന്നംകുളം ആര്യൻ്റെ ബെഡിലോട്ട് അവളിനി തമാശയ്ക്ക് കിടന്നതായിരിക്കാം. അവരെ മുമ്പുള്ള സൗഹൃദം വെച്ചിട്ട് അവൾ കയറി കിടന്ന് ചിലപ്പോൾ വിചാരിച്ചിട്ടുണ്ടോ നെവിനെ അടിച്ച് അപ്പുറത്തോട്ട് കളഞ്ഞല്ല, എന്നെ ഇനി ഒന്നും പറയൂലായിരിക്കും എന്ന് വിചാരിച്ചുകൊണ്ടായിരിക്കും ആ കുട്ടി അവിടെ കിടന്നത്. അവിടെ കിടന്നപ്പോൾ ഈ കള്ളപ്പന്നി യവൻ ഹിമാർ ഇങ്ങോട്ട് ഒരു ജെട്ടി എടുത്ത് ഇട്ടും കൊണ്ട് അവൻ വന്നിട്ട് ഒരു ബനിയനും എടുത്ത് ഉണ്ടാക്കിക്കൊണ്ട് യവൻ വന്നിട്ട് ഈ പെങ്കൊച്ചിൻ്റെ മണ്ടയിൽ ഈ പെങ്കൊച്ച് ഇങ്ങനെ വന്ന് ഇങ്ങനെ അങ്ങ് കിടക്കുകയാണ്. ഞാൻ തന്നെ ഇവിടെ ഇരുന്നും കൊണ്ട് ഒരു വിളിച്ച്, സത്യം പറയല്ല, ഞാൻ ഈ ലൈവ് കണ്ടുകൊണ്ടിരുന്നപ്പം ഒരു വിളിച്ച് അപ്പോഴേ ആ പെങ്കൊച്ചിൻ്റെ വീട്ടിലുള്ള ഒരു അവസ്ഥ എന്തായിരുന്നിട്ടുണ്ട്. അതിനൊരു ഭാവിയുള്ളതല്ലേ, അതൊരു കൊച്ചുകുട്ടിയല്ലേ, നമ്മൾ പറയേണ്ടിടത്ത് പറയണം. ഇപ്പം ശരിയാണ്, അവൾ അനുമോളെ ഒരുപാട് ദ്രോഹിച്ചിട്ടുണ്ട്. എങ്കിൽ തന്നെയും ഇവൻ എന്തോ ചെയ്ത് പെട്ടെന്ന് അവൻ വന്നിട്ട് ഒരു ജെട്ടി എടുത്തിട്ട് ബനിയന് ഒരു ജെട്ടി ഈ നാറി വന്നിട്ട് ഈ പെൺകുട്ടിയുടെ മണ്ടയിലോട്ട് കയറി കൈ രണ്ട് അപ്പുറവും ഇപ്പുറവും വെച്ച് കാലും രണ്ട് അപ്പുറവും ഇപ്പുറവും വെച്ചും കൊണ്ട് അവൻ കയറിയങ്ങ് അവൻ കിടക്കാൻ അത് കണ്ടും കൊണ്ട് അവൾ ഒരു വിളിച്ച്. എന്നിട്ട് ഈ കുട്ടി ഈ ചാടി എഴീച്ചപ്പോൾ യവൻ അപ്പുറത്തിടുന്ന കാല് പെട്ടെന്ന് ഇപ്പുറത്തോട്ടിട്ട് യവനും എഴീക്കണ്. അയ്യേ വൃത്തിയട്ട പരമ നാറി. എടാ, നിന്നെ 10-20 വയസ്സായപ്പോഴേ നിന്നെ ഏതെങ്കിലും ഒരു പെണ്ണാങ്ങാനം കെട്ടിച്ച് നിന്നെ അവിടെ അടക്കിയിരുത്തണമായിരുന്നു. പെൺപിള്ളേരെ കയറി പിടിക്കാനും വലിക്കാനുമാണ് നീ വന്നത് ബിഗ് ബോസിൽ. അപ്പം നമുക്ക് അതൊന്ന് കാണാരംഗം.
എന്നിട്ട് റെന ബിന്നീരുടെ അടുത്ത് പറയുന്നുണ്ട്. പിന്നെ പിറ്റേന്ന് അതിനെക്കുറിച്ച് ഭയങ്കര വഴക്കായി. ഇവൻ ഇങ്ങനെ എന്നിട്ട് ഇവൻ ചാടി അഴിച്ചിട്ട് അവൻ്റെ ജെട്ടി വലിച്ച് മുകളിലോട്ടിടുന്നു. വൃത്തികെട്ട സാധനമേ, പരമ നാറി ചെറ്റേ, നിന്നെ ചെറ്റേന്ന് പറഞ്ഞാൽ എനിക്കൊന്നേ ചോദിക്കാനുള്ളൂ, ഇത് ലാലേട്ടൻ ചോദിക്കുക മാത്രമല്ല ഈ വിഷ്വൽ അവിടെ കാണിക്കണേ. ഇത് കോടാനുകോടി ജനങ്ങൾ കണ്ടതാണ്. ഈ ലൈവ് കണ്ടുകൊണ്ടിരുന്നിട്ട് ഓരോരുത്തരും വീഡിയോ ചെയ്തതാണിത്. ആ പെൺകുട്ടിക്കൊരു ഭാവിയുള്ളതല്ലേ, ഇത് കാണിക്കണേ. അതുപോലെ ഇങ്ങനെയുള്ളതൊന്നും കാണിക്കൂല. മുണ്ടിൻ്റെ അടിയിൽ ജിസയിലും ആര്യനും കൂടെ കാണിച്ച പ്രവൃത്തികളും അതൊന്നും കാണിക്കൂല. എത്രയോ ദിവസം ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കണം, അതൊന്നും കാണിക്കൂല. ഇത് പറയണമെങ്കിൽ ഇനിയിപ്പം ആര്യൻ മോനെ, ആര്യൻ ജിസയിലെ മോളെ ഇരി. റെന, എന്തേര് റെന, നീ ആര്യൻ്റെ പറ്റി പോയി കിടന്ന്? റെന, നീ എന്തിനു പോയി കിടന്നു? ഇതായിരിക്കും ചോദിക്കണത്. ഇനി ഒരു കാര്യം ചെയ്യാനുള്ള, ഈ ഏഷ്യാനെറ്റ് ചെയ്യാനുള്ള, ആര്യൻ്റെ ബെഡിൻ്റെ അടുത്ത് ഒരു മരം നിൽക്കണുണ്ടല്ലോ, ആ അനുമോള് കിടക്കണേൻ്റെ അവിടെ ആയിട്ട്, ആ ഭാഗത്ത് തന്നെ ഒരു മുള്ളുമുരുക്ക് നട്ടു വയ്ക്കണമായിരുന്നു. മുള്ളുമുരുക്ക് ഈ ആര്യൻ്റെ ഈ കിടക്കണേൻ്റെ ഭാഗത്ത് ഒരു മുള്ളുമുരുക്ക് നട്ട് വെക്കണമായിരുന്നു. എന്നിട്ട് ഇവ എന്തരിയെന്ന് അവന് കഴപ്പ് കയറുമ്പം ഇവ ആ മുള്ളുമുരുക്കിലോട്ട് ഇഴഞ്ഞ് കയറിയിട്ട് തിരിച്ചങ്ങ് നിരങ്ങണമായിരുന്നു. ഇത് ഏഷ്യാനെറ്റ് ചെയ്യണമായിരുന്നു. അറിഞ്ഞുകൂടായിരുന്ന ഇത്രേ ഉള്ള ഒരു കഴപ്പന് ഇനി ചെയ്താലും മതി. ഇത്രയും കഴപ്പത്തരം അതിനകത്ത് കാണിക്കണമല്ല, പെമ്പിള്ളേരെ മണ്ടയിൽ ചെന്ന് കയറണ്. പിന്നെ അതുപോലെ ബിന്നിക്കും എന്തോ അനുഭവം ഉണ്ടായെന്ന് പറഞ്ഞിട്ട് ഇവൻ എല്ലാ പെണ്ണുങ്ങളെയും ഇങ്ങനെ ചെയ്യുമോ? എല്ലാ പെണ്ണുങ്ങളെയും കയറി പിടിക്കാതിരിക്കണവൻ വൃത്തികെട്ട നാറി. ഞവിച്ച് അവൻ ഇങ്ങനെ നടക്കുകയാണ് വൃത്തികെട്ട. ജിസയിലെ അമ്മാവിക്കാണെങ്കിൽ എല്ലാം ഒട്ടിച്ച് വെച്ചേക്കണേണ്. അതുകൊണ്ട് കണ്ട പെമ്പിള്ളേരെ മണ്ടയിലോട്ട് കയറണം. ഇതൊക്കെ തന്നെ വൃത്തികെട്ട ആഭാസത്തരങ്ങളാണ് അതിനകത്ത് കിടക്കണം. അല്ലെങ്കിൽ ഏഷ്യാനെറ്റ് ഒരു കാര്യം ചെയ്താൽ മതി, നമ്മളെ ലാലേട്ടനും കൂടെ ഒരു ചെമ്പ് എണ്ണ അങ്ങോട്ട് തിളപ്പിച്ച്, ചെമ്പിൽ എണ്ണ തിളപ്പിച്ച് കൊണ്ടുവന്ന് ആര്യം കിടക്കണേൻ്റെ അവിടെ അങ്ങ് വെച്ച് കൊടുക്കണം. കഴപ്പിളവുമ്പോൾ നീ അതിനകത്തോട്ട് അങ്ങ് ഇരിയടാ എന്നങ്ങ് പറയണം. അതുപോലെ എനിക്ക് പറയാനുള്ള പ്രധാനപ്പെട്ട കാര്യം, ലാലേട്ടൻ്റെ മോളാണ് ഇപ്പം ബിഗ് ബോസിൽ ഉണ്ടായിരുന്നു എങ്കിൽ ഇതുപോലെ കുന്നംകുളം ഉണ്ടെന്നിരിക്കട്ടെ, കുന്നംകുളം ഇതുപോലെ ലാലേട്ടൻ്റെ മോളെടുത്താണ് ഇതുപോലെ കാണിച്ചിരുന്നെങ്കിൽ ഇപ്പം റെന ഫാത്തിമേരെ മണ്ടയിൽ കയറി കിടന്നു, വൃത്തികെട്ട വേല ചെയ്യാനായിട്ട് കയറി കിടന്ന് റെന ഫാത്തിമേരെ മണ്ടയിൽ. പിന്നെ അതുപോലെ അനുമോള മണ്ടയിലോട്ട് വീഴണ്, പെമ്പിള്ളരെയൊക്കെ കെട്ടിപ്പിടിക്കുന്നുണ്ട്, ബിന്നിയെ വാക്കല്ലാത്ത രീതിക്കൊക്കെ. അതുപോലെ അനുമോള പല പ്രാവശ്യം വാക്കല്ലാത്ത രീതിക്ക് കെട്ടിപ്പിടിക്കാൻ നോക്കി. എന്നിട്ട് ഇവൻ പറയണ എന്തോന്നാണ്, അവൻ്റെ അടുത്ത് ലൗട്രാക്ക്, അവൻ്റെ പാൻറ് വെക്കാൻ പോയി. വൃത്തിയായിട്ടവനെ, എടാ നാറി ചെറ്റ പറയണില്ല, എടാ നീയാണോ ഞാവിച്ച് പെമ്പിള്ളരെ മണ്ടയിൽ ചെന്ന് കയറണത്? എങ്കിൽ ലാലേട്ട ഇത് സഹിക്കുമോ? ലാലേട്ടൻ്റെ മോളെയാണ് ഇങ്ങനെ കാണിച്ചിരുന്നെങ്കിൽ ലാലേട്ടൻ അവതാരകനാണ്, ലാലേട്ടൻ എന്തോന്ന് പറയും? ഇതുപോലെ കാണിക്കണമെന്നുണ്ടെങ്കിൽ അതൊന്ന് മനസ്സിലാക്കണം കേട്ടോ. ആദ്യം കുറച്ച് എണ്ണയൊക്കെ അങ്ങോട്ട് ചെമ്പിൽ തിളപ്പിച്ച് കൊണ്ടുവന്ന് കുന്നംകുളം ആര്യൻ്റെ അടുത്തോട്ട് കൊണ്ടുവന്ന് അങ്ങ് വെച്ചുവിടണം. എപ്പോഴും എല്ലാം ഞവിക്കണ അസുഖം ഉണ്ടാവും. അപ്പോഴാ ചെന്ന് അതിലോട്ട് ആ തിളച്ച എണ്ണയിലോട്ട് ഇരിക്കട്ട്, വെട്ടി തിളക്കണ എണ്ണയിലോട്ട് ചെന്ന് അങ്ങോട്ട് തുണി ഉരിഞ്ഞിട്ട് ചെന്നങ്ങ് ഇരുന്ന് കൊടുക്കുമ്പം അവൻ്റെ കടി തീരും. അല്ലെങ്കിൽ മുള്ളുമുരുക്ക് നട്ടു കൊടുക്കണം. ഇത് ഏഷ്യാനെറ്റൊന്നും ഇതൊന്നും ചെയ്യൂല എന്ന് പറഞ്ഞാൽ, ഇത് ഇങ്ങനെയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അവർക്ക് കണ്ട് ആസ്വദിക്കണ്ടേ? ഏഷ്യാനെറ്റിന് പിന്നെ റീച്ച് വേണ്ടേ? വെളിയിലോട്ട് ജനങ്ങൾക്ക് ഇങ്ങനെയൊക്കെയുള്ള പ്രവൃത്തികൾ കാണിച്ചു കൊടുക്കണ്ടേ? ജനങ്ങൾ ഇത് കാണാനല്ലേ ഇരിക്കണം. കുടുംബ പ്രേക്ഷകരാണ് മൊത്തം കാണാതിരിക്കണത്. കൊച്ചുകുട്ടികൾ മുതൽ വലിയ പ്രായം ചെന്നവർ വരെ ഇരിക്കണം. നടക്കണം മൊത്തം ആഭാസത്തരമാണ്. ഇതൊക്കെ തന്നെ പറയാനുള്ളത്.